ഹലോ സ്കോട്ട്. അപ്പോൾ ഇന്ന് ഞാനിതൊരു കാര്യം പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇത് ഞാൻ ഉപയോഗിക്കുന്ന സ്പ്ലെൻഡർ ബൈക്കാണ്, ഹീറോ സ്പ്ലെൻഡർ ബൈക്കാണ്. അപ്പോൾ ഇത് ഏകദേശം എടുത്തിട്ട് ഇതുവരെ 20,000 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടി. അപ്പോൾ ഇതിൻ്റെ ടയർ കണ്ടോ, ഇത് ഞാൻ വണ്ടി എടുക്കുമ്പോൾ തന്നെ ഉള്ളൊരു ടയറാണ്, സിയറ്റിൻ്റെ ടയറാണ്. ഇത്ര അധികം തേഞ്ഞ് തീർന്നു. ഇതിൽ ഇനിയിപ്പോൾ തേയാനായിട്ടൊന്നുമില്ല. പക്ഷേ ഇതുവരെ ഈ ടയർ പൊട്ടുക പഞ്ചറാവുക ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ട്യൂബ്ലെസ് ടയറാണ്, പക്ഷെ നല്ല സ്മൂത്തായിട്ട് തന്നെ പോകാൻ പറ്റുന്നുണ്ട്. സിയറ്റിൻ്റെ ഒരു ടയറായതുകൊണ്ട് തന്നെ തോന്നുന്നു. A few moments later. എനിക്ക് ഏത് നേരത്താണോ അത് പറയാൻ തോന്നിയതെന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം വണ്ടീൻ്റെ ടയർ പൊട്ടി. ഞാനിപ്പോൾ രാമനാട്ടുകരേൻ്റെ അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിലോട്ട് വന്നേക്കുന്നത്, ടയറിൻ്റെ ഷോപ്പിലോട്ട് വന്നേക്കുന്നതാണ് ടയർ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പുതിയതായിട്ട് ഇടാൻ പോകുന്ന ടയർ. ഇതും ട്യൂബ്ലെസ് തന്നെയാണ്. കുറച്ച് മറ്റേതിനേക്കാളും കുറച്ചുകൂടി വീതി കൂടിയ ടൈപ്പ് ടയറാണ്. കുറച്ച് കട്ടയും കാര്യങ്ങളൊക്കെ ഉള്ള കുറച്ച് നല്ല ടൈപ്പ് ടയർ. ഇത് സിയറ്റിൻ്റെ ടയർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചേട്ടന്മാർ പഴയ ടയറെല്ലാം അഴിച്ചിട്ട് ടയറെല്ലാം ഫിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ അവരും പറയുന്നത്, നീ ഇത് എന്ത് ധൈര്യത്തിലാണ് ഇത്രയും ഓടിയത്, ഇത്രയും ലോങ്ങൊക്കെ ഈ ടയറും വെച്ചിട്ട് എങ്ങനെയാണ് പോയത് എന്നൊക്കെയാണ്. കാരണം ഞാൻ അധികം ലോങ് യൂസ് ചെയ്യുന്നത് ഈ വണ്ടി തന്നെയാണ്, ലോങ് ട്രാവലിങ്ങിനൊക്കെ. കാരണം മൈലേജ് തന്നെയാണ്. അപ്പോൾ അവരെന്നോട് ചോദിക്കുന്നത്, ഇത് എന്ത് ധൈര്യത്തിലാണ് നീ കൊണ്ടുപോയത് എന്നൊക്കെ. ഇപ്പോൾ വലിയ കണ്ടീഷനായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിന് ഞാൻ പഠിച്ചൊരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം നാളത്തേക്ക് എന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് മാറ്റി വെക്കരുത്. അത് ഇതുപോലെ പണി കിട്ടും.